ഹായ് ഗായ്സ്, ഡെയിലി വ്ലോഗിലേക്ക് എല്ലാവർക്കും പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് വേറൊന്നുമല്ല, എമ്പുരാൻ. എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ മാർച്ചിനാണ് ഇറങ്ങാൻ പോകുന്നത്. അതിനെക്കുറിച്ച് വീണ്ടും നമ്മൾ സംസാരിക്കുന്നു എന്ന് പറഞ്ഞാൽ, റീസെൻ്റ്ലി ഒരു പോസ്റ്റർ നമ്മൾ കാണാനിടയായി. ലീക്ക് ചെയ്യപ്പെട്ട ഒരു പോസ്റ്ററാണെന്നാണ്. പക്ഷേ എമ്പുരാൻ സിനിമയൊക്കെ, അതായത് പൃഥ്വിരാജ് സുകുമാരൻ ഡയറക്ടർ ചെയ്യുന്ന ഈ ഒരു സിനിമക്ക് മറ്റൊരു പോസ്റ്ററിനെക്കാട്ടിയും വലിയൊരു പോസ്റ്ററാണ്. മോസ്റ്റ് എന്ന് പറയുന്ന ഒരു ഡെഡിക്കേഷനിലായിട്ട് ചെയ്ത പോസ്റ്റർ തന്നെയാണ് അത്. അതിൻ്റെ ഹൈപ്പ് നിങ്ങൾ വിചാരിക്കുന്ന രീതിയിലല്ല അത് കൊടുത്തിരിക്കുന്നത്. അത് വളരെ വലിയൊരു ഹൈപ്പ് കിട്ടേണ്ട ഒരു സീനാണ്. അത് എമ്പുരാൻ എന്ന സിനിമ വലിയൊരു സിനിമയാണെന്നത് നമ്മളെ കാണിക്കാൻ വേണ്ടി മാത്രമല്ല, ആ സിനിമയ്ക്കൊരു മെറ്റീരിയലായിട്ട് പൃഥ്വിരാജ് സുകുമാരനും തിരക്കഥ എഴുതിയ വ്യക്തിയും കൂടിയുള്ള ചർച്ച കൊണ്ടുണ്ടാക്കുന്ന ഒരു നമ്മളെയൊക്കെ കോരിത്തിരിക്കാനുള്ള എല്ലാം അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ തിരക്കഥ തന്നെയാണ് ഈ എമ്പുരാൻ സിനിമ മാറ്റുക എന്ന് പറയുന്നത്. 12ഓളം ക്യാരക്ടേഴ്സ്, അവസാനം വരുന്നത് സുരാജ് വെഞ്ഞാറമൂടിനാണ്. അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ എന്താണെന്ന് നമുക്ക് ഒന്ന് പറയാം. അപ്പോൾ ഈ സിനിമ നമുക്ക് കാണാം. രാജു ഞാനും കൂടെ അഭിനയിച്ച ഡ്രൈവിംഗ് ലൈസൻസ് എന്ന സിനിമയുടെ ലൊക്കേഷനിൽ വെച്ചിട്ട് ഒരു ദിവസം ഞാൻ പറഞ്ഞു, രാജു ലൂസിഫർ ഞാൻ കണ്ടു. ഒരുപാട് പേര് പറയുന്നതാണ്, ലൂസിഫർ ഞാൻ കണ്ടു, എനിക്ക് പടം ഇഷ്ടമായി. താങ്ക് യു അണ്ണ. പക്ഷെ ആ പടത്തിൽ ആരും കണ്ടുപിടിക്കാത്ത ഒരു മിസ്റ്റേക്ക്, ഒരു കുറവ് ഞാനത് കണ്ടുപിടിച്ചു, ഞാൻ റിയലൈസ് ചെയ്തു. രാജു അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ രാജു പറഞ്ഞില്ല, അങ്ങനെ ഒന്നും വരാൻ പറ്റില്ല. പുള്ളി ഭയങ്കര ക്യൂരിയോസിറ്റി ആയി അറിയാൻ, എന്തായിരുന്നു ആ കുറവ്, എന്താണ് മിസ്റ്റേക്ക്. ഞാൻ പറഞ്ഞു വേറൊന്നുമില്ല, ലൂസിഫർ എന്ന പടത്തിൽ ഞാനില്ല എന്നുള്ളത് ഒരു വലിയ കുറവായിരുന്നു. അത് എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്തു. പുള്ളി പെട്ടെന്ന് പൊട്ടിച്ചിരിച്ചിട്ട് പറഞ്ഞു, അതായിരുന്നു അല്ലേ, ശരിയാണ്, അത് ഇപ്പോഴാണ് എനിക്ക് അത് പിടികിട്ടിയത്, സാരമില്ല. ഞാൻ പറഞ്ഞു ഇതിന്റെ സെക്കൻഡ് പാർട്ടുണ്ടല്ലോ എമ്പുരാൻ, അപ്പോൾ എമ്പുരാനിൽ ആ കുറവ് ഉറപ്പായിട്ടും രാജു നികത്തിയിട്ടുണ്ട്. അപ്പൊ എന്നോട് പറഞ്ഞു തീർച്ചയായിട്ടും ഞാൻ ആ കുറവ് നികത്തിയിരിക്കും. ഞാൻ പറഞ്ഞില്ല, എൻ്റെ പ്രശ്നമല്ല, ആരാധകർ ചിലപ്പോൾ എന്തെങ്കിലും വിഷയമുണ്ട്, എല്ലാം ഞാൻ ഏറ്റു എന്ന് അന്ന് പറഞ്ഞു. കുറേ നാളിന് ശേഷം എനിക്കൊരു ഫോൺ കോൾ വന്നു, എന്നാ മറ്റേ ആ കുറവ് ഞാൻ ഇതിലങ്ങ് നികത്തുകയാണ്. അങ്ങനെ ആ കുറവ് എമ്പുരാനിൽ അദ്ദേഹം നികത്തി. കഥാപാത്രത്തിന്റെ പേര് സജനചന്ദ്രൻ എന്നാണ്. കേരള രാഷ്ട്രീയത്തിൽ കാര്യമായ ഇടപെടലുകൾ നടത്തുന്ന വരുന്ന മാർച്ച് 27-ന് എമ്പുരാൻ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. 27 മുതൽ എമ്പുരാൻ സംസാരിക്കട്ടെ. മുരളി ഗോപി തിരക്കഥ എഴുതി പൃഥ്വിരാജ് സുകുമാരൻ ഡയറക്റ്റ് ചെയ്യുന്ന ഈ ഒരു പടം മലയാളിയുടെ എക്കാലത്തും ഒരു സൂപ്പർ ഹീറോ പരിവേഷമാണത്. ദൃശ്യം കഴിഞ്ഞാൽ ഇനി എല്ലാവരും കാത്തിരിക്കുന്ന അടുത്തൊരു ദൃശ്യം പോലെയൊരു മാസ് തന്നെയാണ് ലൂസിഫറിൻ്റെ L2 എന്ന് പറയുന്ന ഈ കോമ്പിനേഷൻ. അപ്പോൾ അതിൻ്റെ മോസ്റ്റ് ഒരു പോപ്പുലറായ ഒരു പോസ്റ്റർ നമ്മളുടെ ചാനലിലൂടെ നമ്മൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നു. ചെറിയ ചാനലാണ്, പക്ഷേ നമ്മുടെ ചാനലിനും ഇത്തരത്തിലുള്ള പ്രൊമോഷൻസാണ്, സിനിമയുടെ പ്രൊമോഷൻസാണ് ഇനി നടക്കുന്നത്. ഇനി വരാൻ പോകുന്ന മാർച്ച് 27-നാണ് തോന്നുന്നു സിനിമ ഇറങ്ങുന്നത്. അതുവരെയുള്ള മൊത്തം പ്രൊമോഷനാണ്. മോഹൻലാൽ സിനിമക്ക് ഇന്ന് വരെ കാണാത്ത ഹൈപ്പ് ഈ ഒരു സിനിമക്ക് ഉണ്ടായിരുന്നു. പല സിനിമകൾ മിന്നും മാനും മറന്നും നിന്നപ്പോൾ മലയാള ഇൻഡസ്ട്രി നിലനിർത്തുന്നത് മോഹൻലാൽ എന്ന ഒരു കംപ്ലീറ്റ് ആക്ടർ അല്ലെന്ന് നിങ്ങൾക്ക് പറയാനാവും. ഇല്ല, അദ്ദേഹം എന്ന സെലിബ്രിറ്റിക്ക് അദ്ദേഹത്തിൻ്റെ
ഡെഡിക്കേഷന് മറ്റൊരു കോട്ടവും തട്ടാതെ ഈ ഒരു സിനിമ നമ്മുടെ മുന്നിലേക്ക് വരുന്നു എന്ന് പറയുന്നത് തന്നെ ഒരു വലിയൊരു ഫണ്ണല്ല, ഒരു ബിഗ് ബഡ്ജറ്റ് മാസ് അതിൽ എല്ലാം ഉണ്ട്. കോമഡി പരമല്ല, ഒരു റിയാലിറ്റി പോലെയുള്ള ഈ ഒരു സിനിമയ്ക്ക് തന്നെ അത്രക്കും ഗംഭീരമായ ഡെഡിക്കേഷനുള്ള ഒരു കാലഘട്ടത്തിലാണ്. സ്വയം നമ്മൾ ഒരു കാര്യത്തിലേക്ക് എടുത്ത് പുറപ്പെടുമ്പോൾ ഒരു ക്യാരക്ടർ ഇപ്പോൾ സുരാജിൻ്റെതായാലും എല്ലാവരുടേതായാലും അതിൻ്റേതായ ഫണ്ണ് അത് ഉണ്ടാവും. കോമഡി നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല, ഫണ്ണ് നമുക്കെന്നും ഒരു നമ്മുടെ സിനിമക്ക് അത് എൻഗേജഡ് ആക്കുമെന്നതാണ് പ്രിഫർ ചെയ്യുന്നത്. അത് റെഫറൻസായി കൂട്ടാം നമുക്ക്. അപ്പോൾ സിനിമ എന്ന് പറയുന്ന ഒരു ഗ്ലോബലിൽ വരുന്ന ഒരു മാർക്കറ്റിങ്ങിൻ്റെ പ്രൊഡ്യൂസർ എന്ന് പറയുന്ന സിസ്റ്റത്തിനെ മാറ്റിയൊഴിക്കുന്ന ഒരു അഭിപ്രായമാണത്. സമൂഹത്തിൻ്റെയും അഭിപ്രായമാണ്, എൻ്റെയും അഭിപ്രായമാണത്. സിനിമയെ മാറ്റാനും ഇന്ന് വരെ വരാത്ത ക്വാളിറ്റി അല്ല ഇനി സിനിമ മാറാൻ സാധിക്കും. വേറൊരു ലെവലിലേക്ക് എത്തുന്നു എന്നതാണ് എമ്പുരാനിലൂടെ കാണുന്നത്. സിനിമ മാറിയാലും സിനിമാറ്റിക് മാറിയാലും എമ്പുരാൻ എന്ന ഈ ഒരു സിനിമ നിലനിൽക്കുന്നതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അത് ഒരു നല്ലൊരു സ്ക്രിപ്റ്റിന്, നല്ലൊരു തിരക്കഥക്ക് അതിൻ്റെ പൂർണ്ണമായ പിന്തുണ ജനങ്ങളുടെ മുമ്പിലുണ്ടാവും. ജനങ്ങളത് ഏറ്റെടുക്കും, ജനങ്ങളത് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുമെന്നത് സത്യസന്ധമായ അഭിപ്രായങ്ങൾ പറയുന്ന നമ്മുടെ നാട്ടിലാണ്. ജസ്റ്റ് ബിഗിൻ ആൻഡ് കമ്മിങ് സൂൺ. അത് വന്നു കഴിഞ്ഞു. ആ ഒരു സിനിമ ഈ രാജ്യത്ത് നമ്മുടെ മുന്നിൽ എത്തിയിരിക്കുകയാണ്. അതിൻ്റെ കംപ്ലീറ്റ് റീപ്രൊഡക്ഷനൊക്കെ ചെയ്ത് കഴിഞ്ഞ് അത് എങ്ങനെ പുറത്തിറങ്ങുന്നു എന്ന് നമ്മൾ ആലോചിച്ചാൽ മതി. അത് ഒരു സിനിമയുടെ പൊട്ടൻഷ്യലാണ്. ഒരു സിനിമ എങ്ങനെ വേണം, എങ്ങനെ നമ്മളോട് സംസാരിക്കണമെന്നത് സിനിമ തന്നെ കാണിച്ചു തരേണ്ട ഒരുപാട് ക്രൈറ്റീരിയകളുണ്ട്. അവിടെ ലൂസിഫറിന് എല്ലാ സ്ഥാനവും ഉണ്ട്. ലൂസിഫറിൻ്റെ ഭാഗം ഈ ഖുറൈശി എന്ന് പറയുന്നത് എന്താണെന്ന് അറിയുമോ? സിനിമ ഇവിടെ ആദ്യ ഭാഗമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്ങനെയാണ് ഖുറൈശി ആയത്? ഖുറൈശി സ്റ്റീഫൻ എന്ന് പറയുന്ന വ്യക്തി എങ്ങനെ മാറി? ഒരു രാഷ്ട്രീയമായ ചർച്ച ഇതിലുണ്ടാകും. അതിൻ്റെ ഒരു ഡൊമസ്റ്റിക്, ഒരു വലിയൊരു പൊളിറ്റിക്സ് പരമായ കഥ ഈ ചിത്രത്തിൽ പറയാനുണ്ടാവും. അതിലൂടെ ഒരു കിങ് വാർ അതിലുണ്ടാവും. രാജാക്കന്മാരും ദുഷ്ടതകളെ പന പോലെ വളർത്തുന്ന രാജ്യത്തിൻ്റെ കുറേ കാര്യങ്ങളും, ചെറിയ തിന്മയും വലിയ തിന്മയുടെയും ഒക്കെ ഹിസ്റ്റോറിക്കലായ സ്റ്റോറി ഇവിടെ ഡെവലപ്മെൻ്റാക്കി നിലനിർത്തിക്കൊണ്ട് ഒരു കഥയുണ്ടാക്കുക. അതിൻ്റെ ഡെപ്ത് ചെറുതൊന്നുമല്ല. അപ്പോൾ അതിൽ ഹിഡൻ രാഷ്ട്രീയക്കാരൻ്റെ ഒരു ബുദ്ധിയിലും ഒരു പുറം രാജ്യത്തിൽ ജീവിക്കുന്ന, അതായത് ഹൈപ്പ് കിട്ടുന്ന ഒരു റേഞ്ചിലുള്ള ഒരു വ്യക്തിയുടെ കമ്മിങ് ബാക്കും കൂടിയാണ്. ഖുറൈശി എന്ന് പറയുന്നവരുടെ അദ്ദേഹത്തിൻ്റെ പേരിനെ സൂചിപ്പിക്കുന്നത് എന്താണെന്ന് തിരിച്ചറിയാനുള്ള ഒരവസരം കൂടിയാണ് എമ്പുരാൻ L2 എന്ന് പറയുന്ന കഥാപാത്രം. അവിടെ വേറെ തന്നെ വ്യക്തിയായി മാറുകയാണ്. ഇവിടെ ലൂസിഫറിലെ സീനിനെ നമുക്ക് കാണാൻ സാധിക്കില്ല. ഇവിടെ നമുക്ക് എമ്പുരാനെ മാത്രമേ കാണിക്കൂ. എമ്പുരാൻ എന്ന് പറഞ്ഞാൽ രാജാവായി കഴിഞ്ഞു എന്നതിൻ്റെ വേറൊരു തരത്തിലാണ്. സ്റ്റീഫൻ ഒരു രാഷ്ട്രീയക്കാരനാണ്, അതിൻ്റെ ലീഡറാകുന്നു എന്നതാണ്. മറ്റേ തരത്തിൽ അദ്ദേഹം ഇതിനേക്കെല്ലാം അധിപനാണ് എന്നത് പ്രേക്ഷകർക്ക് പച്ചയായിട്ട് തന്നെ കാണിച്ചു തരുന്നു. അതാണ്
രാഷ്ട്രീയത്തെക്കാളും അദ്ദേഹത്തിന് ഫോക്കസ് ഉള്ളത് ജനങ്ങളുടെ കാര്യവും സമൂഹവുമായി ബന്ധപ്പെട്ടതാണ്. അത് എമ്പുരാൻ എന്ന സിനിമയ്ക്കും ഉണ്ടാവണമെന്നാണ്. കാരണം സ്റ്റീഫൻ മറ്റുള്ളവരിൽ നിന്ന് വിചിത്രമായി ചിന്തിക്കുന്ന ഒരു വ്യക്തിയായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ലൈഫിൽ കഴിഞ്ഞുപോയ കാലഘട്ടത്തിന് എങ്ങനെ നമ്മൾ കാണുന്നു എന്നതും ഈ സിനിമ നമ്മളെ കാണിച്ചു തരാനുള്ള ആ ഡെഡിക്കേഷൻ ഈ സിനിമ നിർമ്മാണം വ്യക്തികൾക്ക് പങ്കുണ്ട്. പൃഥ്വിരാജ് സുകുമാരന് ഇത് എത്ര കാട്ടിയാലും അദ്ദേഹത്തിന് ഈ സിനിമയ്ക്കൊരു പങ്കുള്ളതാണ്. ഏത് സിനിമ വന്നാലും ഏത് ഡയറക്ടർ ചെയ്തും പൃഥ്വിരാജിൻ്റെ ആദ്യത്തെ സിനിമ സംരംഭം എന്ന നിലയിൽ മാത്രമല്ല, ഈ സിനിമയ്ക്കൊരു പൂർണ്ണത ലഭിക്കണമെങ്കിൽ സുകുമാരൻ പൃഥ്വിരാജിൻ്റെയൊക്കെ സങ്കല്പത്തിൽ മാത്രമേ കഴിയൂ. അദ്ദേഹത്തെ പോലുള്ള ഒരു ഡയറക്ടർ ആക്ടറിന് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു റിയലിസ്റ്റിക് അല്ലാത്തൊരു കഥയായി ഉണ്ടാക്കിയ ഒരു റിയാലിറ്റി തൊട്ടുന്ന ഒരു കഥയും. ഇവിടെ ഡ്രഗ്സും മാഫിയയും ഒക്കെ ആയിരിക്കും ഇതിലെയും കഥാപാത്രത്തിലെ മെയിൻ പോർഷൻ. അപ്പം അതിനെ മാത്രം ആണ് ഈ സിനിമ നമ്മളെ കാണിക്കുന്നതെന്ന് മാത്രമല്ല, മറ്റും വേറെ രീതിയിലും ഈ സിനിമ നമ്മളെ എൻഗേജായി നിർത്തും എന്നും കൂടി കാത്തിരിക്കുന്നുണ്ട്. വരട്ടെ, എമ്പുരാൻ മാർച്ചിൽ വരട്ടെ. നിങ്ങളെപ്പോലെ തന്നെ ഞാനും കാത്തിരിക്കുന്നു. സിനിമ നല്ലൊരു സിനിമയാവട്ടെ എന്ന് പറഞ്ഞാൽ ബൈ ഫോർ എവർ.